കോട്ടയം തിരുനക്കര സ്വകാര്യ ബസ് സ്റ്റാൻഡിന്റെ താൽക്കാലിക ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഓണത്തിന് മുന്നോടിയായി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പണികൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മാസങ്ങൾ നീണ്ടുനിന്ന യാത്രക്കാരുടെ കാത്തിരിപ്പിനൊടുവിലാണ് കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണം തുടങ്ങിയിരിക്കുന്നത്. താൽക്കാലിക ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാനുള്ള ഇരുമ്പ് പൈപ്പുകൾ സ്ഥലത്തെത്തിച്ചു. ഇതോടൊപ്പം വൈദ്യുതി കണക്ഷനും ലഭിച്ചിട്ടുണ്ട്. 15 മീറ്റർ നീളത്തിൽ 2 ഭാഗങ്ങളായാണ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുന്നത്. ഡിവൈഡറും സ്റ്റാൻഡിൽ സ്ഥാപിക്കുവാനും ഇതോടൊപ്പം തീരുമാനമായിട്ടുണ്ട്. സ്റ്റാൻഡ് പരിസരത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം പൊളിച്ചു നീക്കിയതോടെയാണ് മൈതാനത്ത് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാതെയായത്. ഇത് യാത്രക്കാരെ ഏറെ വലച്ചിരുന്നു. മഴയും വെയിലുമേറ്റാണ് യാത്രക്കാർ നിന്നിരുന്നത്. നഗരസഭ ടെൻഡർ വിളിച്ച് കാത്തിരിപ്പ് കേന്ദ്രം പണിയുമ്പോൾ താമസക്കാലം വരുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്പോൺസറുടെ സഹായത്തോടെ ഇപ്പോൾ പണികൾ തുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം തന്നെ പണി ആരംഭിച്ച് കാത്തിരിപ്പ് കേന്ദ്രം പൂർത്തീകരിക്കാനാണ് കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചിരുന്നത്. എങ്കിൽ നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പ് പുറത്തു വന്നതോടെ നടപടികൾ വൈകിയത്. 15 മാസത്തേക്കാണ് സ്പോൺസേഴ്സ് വെയിറ്റിംഗ് ഷെഡിന്റെ ബോർഡ് പരസ്യം നൽകാൻ അനുമതി നൽകിക്കൊണ്ട് കരാർ നൽകിയിരിക്കുന്നത്. പ്രതിവർഷം 4 ലക്ഷം രൂപ ഡെപ്പോസിറ്റായും ഏജൻസി നഗരസഭയ്ക്ക് നൽകാമെന്നും വ്യവസ്ഥയുണ്ട്. ദിവസവും നൂറുകണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന സ്റ്റാൻഡിൽ വെയിറ്റിംഗ് ഷെഡ് ഇല്ലാത്തത് മൂലം വെയിലും മഴയുമേറ്റാണ് യാത്രക്കാർ ബസ് കാത്തുനിന്നത്. ഓണത്തിനു മുമ്പ് പണികൾ പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്.